ഹലോ, ജനപ്രവാഹം എന്ന് പറഞ്ഞത് ഇതാണ്. നമ്മൾ മലയാളികൾക്ക് പൂരവും ഉത്സവമൊക്കെ ഇല്ലാത്ത എന്ത് പരിപാടിയിലെ നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ ഉത്സവം കൊടിയേറിയേക്കണേ. അപ്പോൾ ഇന്ന് ആനയോട്ടമുണ്ട്. അത് കാണാൻ വന്നിരിക്കുന്ന ആൾക്കാരുടെ ഒരു ജനക്കൂട്ടമാണ് ഈ കാണുന്നത്. ഇതിനിടയിൽ നിന്നിട്ട് എങ്ങനെ ഇത് കാണാൻ പറ്റും എന്നുള്ളൊരു സങ്കടം എനിക്കുണ്ടായിരുന്നു. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ആനയോട്ടം കാണാൻ വേണ്ടി വന്നത്. ആനയായതിനാൽ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് എങ്ങനെ കാണാൻ പറ്റും, ലോങ്ങിൽ നിന്നതിനെ കാണാൻ പറ്റുന്ന ഒരു വിഷമമുണ്ടായിരുന്നു. പക്ഷേ ഭാഗ്യമെന്ന് പറയട്ടെ, എനിക്ക് തൊട്ടടുത്ത് നിന്ന് കാണാനുള്ളൊരു ഭാഗ്യമുണ്ടായി. ഞാൻ വരുമ്പോൾ ഫസ്റ്റ് പോയ ഗജവീരൻ ഇതേ ഈ പോകുന്ന ആനയാണ്. ഫസ്റ്റാണോ എന്നെനിക്കറിയില്ല. ഞാൻ വരുമ്പോൾ ഫസ്റ്റ് പോയിരുന്ന വെച്ചാൽ ഒരു ഗജവീരനായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും കൈയടിയും ചൂടോടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വരുന്ന രണ്ടാമത്തെ ഗജവീരൻ ഈ ചുണക്കുട്ടിയാണ്. പിന്നെ ഒന്നിനൊന്ന് മെച്ചമെന്ന് പറയുന്ന പോലെ ഒരുപാട് ഗജവീരന്മാർ അതിലേ കടന്നുപോയി. തൊട്ടടുത്തായിരുന്നില്ലാലും എനിക്ക് പേടിയുണ്ടായിരുന്നു. എന്നിരുന്നാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. കുഞ്ഞിലേക്ക് ഒരു ആനയുടെ അടുത്ത് പോകണമെന്നും ആനപ്പുറത്ത് കയറണമെന്നും ഇപ്പോഴും ആരാഗ്രഹം നിലനിൽക്കുന്നുണ്ട്. ഭയം എന്ന് പറഞ്ഞ സംഭവമുള്ളതുകൊണ്ട് ഇത് കണ്ടില്ലേ, എന്താ ഇടുപ്പ്, എന്താ ഭംഗി, ഒരു രക്ഷയില്ല കേട്ടോ. വല്ലാത്തൊരു ഫീലായിരുന്നു. അതിലുപരി നല്ല സന്തോഷം ഉണ്ടായിരുന്നു. ഇത്രയും ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഞാൻ ഓടിയെത്തിയപ്പോൾ എനിക്ക് ആ തിരക്കിൻ്റെ ഇടയിൽ നിൽക്കാതെ തൊട്ടടുത്ത് നിന്ന് കാണാനുള്ള ഒരു ഭാഗ്യവും കൂടി എനിക്ക് കിട്ടി. ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം ഈ വീഡിയോ കാണുമ്പോൾ അറിയാലോ എത്രത്തോളം അടുത്താണെന്നുള്ളത്. ഒന്ന് ഒരാൾ ഇങ്ങനെ പോയിക്കൊണ്ട് വാക്കുകൾ കിട്ടുന്നില്ല. അത്രയും സന്തോഷം തോന്നി. കാരണം എല്ലാ ആനകളും ഒരുപോലെ എന്ന് എല്ലാവരും പറയുന്നത്, ഓരോ ആനകൾക്കും ഓരോ ഭംഗി നമുക്ക് ഇത് ഫീൽ ചെയ്യുന്നുണ്ട് ശരിക്കും. കാരണം ഒരു സ്ഥലത്ത് ജയറാമേട്ടന് ഓരോ ആനയെ കണ്ടിട്ട് അതിൻ്റെ പേര് കറക്റ്റായിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ആനക്കും അതിൻ്റേതായ ഒരു ഭംഗിയും എടുപ്പും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കും ഇത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ആ ഒരു പൂരവും അതിൻ്റെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് അടിച്ച് പൊളിച്ച് കണ്ട്, പിന്നെ പൂരപ്പറമ്പിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കുപ്പിയോള, ചാന്ത്, പൊട്ട് ഇതൊക്കെ പെൺപിള്ളേർ നോക്കാതെ ഒന്നും പോകാറില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി നടന്നു. അതിനിടയ്ക്ക് ഈ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ നടക്കുന്ന വളരെ കഷ്ടപ്പെട്ടാണ് കേട്ടോ. എന്നാലും പൂരം ഉത്സവമൊക്കെ കൂടാൻ പറ്റി. വളരെ സന്തോഷമായ ഒരു ഈവനിങ് ആയിരുന്നു. അങ്ങനെ ആ ഒരു ഉത്സവപ്പറമ്പിലെല്ലാം നടന്നു. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കാണുന്നു വിശ്വസിക്കുന്നു.